അൻവറിന് താൽക്കാലിക അഭയമായി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ PV അൻവർ അതിൻ്റെ രാഷ്ട്രീയ യാത്ര നോക്കിയാൽ 2011 വരെ കോൺഗ്രസിലും അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം കൊണ്ട് തന്നെ കോൺഗ്രസിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ KSU വഴി കോൺഗ്രസിൻ്റെ ഒരു ലീഡർഷിപ്പിലേക്ക് അദ്ദേഹം എത്താൻ ശ്രമിക്കുകയും 2011 കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് അദ്ദേഹം സ്വതന്ത്രനായ ഏറനാട്ടിൽ ലീഗിനെതിരെ മത്സരിക്കാനിറങ്ങുന്നു. അവിടെ മുതലാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് അകലുകയും അദ്ദേഹം LDF ക്യാമ്പിലേക്ക് പോകുന്നുവെന്ന പ്രതീതി ഉണ്ടാവുകയും ചെയ്തത്. അന്ന് ഏറനാട്ട് മത്സരിക്കുന്ന സമയത്ത് PV അൻവറിന് 47,482 വോട്ട് കിട്ടി. അന്ന് ഏകദേശം 11,000 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് PK ബഷീർ ജയിച്ചു കൂടുന്നത്. പക്ഷേ അവിടെ CPMൻ്റെ ഒരു പിന്തുണ ഉണ്ടായിരുന്നുവെന്നും CPIയുടെ സ്ഥാനാർത്ഥിയെ ബാബുരാജിന് കേവലം 2,700 വോട്ടോ മറ്റോണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ CPM അന്ന് അപ്രഖ്യാപിതമായൊരു പിന്തുണ 2011 PV അൻവർ ഏറനാട്ട് കൊടുത്തിരുന്നു എന്നത് വാസ്തവമാണ്. പക്ഷേ ജയിക്കാൻ സാധിച്ചില്ല. 2014 വയനാട്ടിൽ പോയി മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. 2016 ആകുമ്പോഴേക്കും PV അൻവർ നിലമ്പൂരിലേക്ക് മാറുന്നു. അവിടെ ആര്യാടൻ ഷൗക്കത്ത്, അതുവരെ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ സീറ്റ് ആര്യാടൻ ഷൗക്കത്തിന് കൊടുക്കുമ്പോൾ ആ മണ്ഡലത്തിൽ വളരെ ശക്തമായ പോരാട്ടം ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചാണ് PV അൻവർ നിയമസഭയിലേക്ക് എത്തുന്നത്. ഏകദേശം 11,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 77,000-അധികം വോട്ട് നേടിയാണ് PV അൻവർ നിയമസഭയിലേക്ക് എത്തുന്നത്. ശരാശരി 60,000-ഓളമായിരുന്നു നിലമ്പൂരിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു വോട്ട് എന്ന് പറയുന്നത്. 2011 ശരി, അൻവർ മാസ്റ്റർ മത്സരിക്കുമ്പോൾ, അതിനു മുമ്പ് രാമകൃഷ്ണൻ മത്സരിക്കുമ്പോൾ എല്ലാം ശരാശരി 60,000-നും 61,000-നും വോട്ട് മാത്രമുണ്ടായിരുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു 10-17,000 വോട്ടുകൾ അധികമായി ചേർക്കാൻ PV അൻവറിന് സാധിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം, PV അൻവർ മൈനസ് CPIM മൈനസ് UDF എന്ന് പറഞ്ഞാൽ 17,000 വോട്ടാണ്. അല്ലെങ്കിൽ ഒരു 20,000 വോട്ടിൽ താഴെ മാത്രമാണ് നിലമ്പൂരിൽ PV അൻവറിന് സ്വന്തമായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 17,000 to 20,000. പക്ഷേ അതിൽ UDFിലെ പ്രബലമായ മുസ്ലിം ലീഗ് മറിച്ച് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ കളി മാറും. UDFിൽ നിന്ന് ഏതെങ്കിലും ആളുകൾ തിരിച്ച് മാസമായിട്ട് വോട്ട് ചെയ്യാൻ വന്നാലും ഈ 20,000 എന്നുള്ള PV അൻവറിൻ്റെ ഒരു ഷുവർ വോട്ട് ബേസ് ഉണ്ടായിരുന്നത് അതിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. കാര്യം LDF പക്ഷത്തേക്ക് പോകുമ്പോഴാണ് ഈ 17,000 വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ സ്വാഭാവികമായും കുറച്ചോട്ട് UDFിലെ വിമതരുടെ കിട്ടിയിട്ടുണ്ടാവും, കുറച്ചോട്ട് PV അൻവറിന് സ്വന്തമായിട്ട് അവിടെ നേടാൻ കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഞാൻ കരുതുന്നില്ല ഒരു 20,000 വോട്ടിനും അപ്പുറത്തേക്ക് PV അൻവറിന് സ്വന്തം നിലയിൽ അവിടെ വോട്ട് ഉയർത്താൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു സ്വതന്ത്രമായി മത്സരിക്കുകയാണെങ്കിൽ 60,000 വോട്ടിൽ നിന്ന് വലിയൊരു മെജോറിറ്റിയൊന്നും കൂടിപ്പോൾ ഒരു 10,000-ഓ 15,000-ഓ വോട്ടൊക്കെ മാത്രമേ മറിക്കാൻ കഴിയൂ. മാത്രവുമല്ല അവിടെ CPMൻ്റെ നിന്ന് വലിയ കൊഴിഞ്ഞുപോക്കുണ്ടായിട്ടുമില്ല. PV അൻവറിൻ്റെ പോക്കിന് ശേഷം ചേലക്കര എത്തിയതോടുകൂടി UDFിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു കൊഴിഞ്ഞുപോക്കും ഉണ്ടായിട്ടില്ല. നമ്മളത് കണ്ടതാണ്. മാക്സിമം ചേലക്കരയിൽ പിടിച്ച വോട്ടിൻ്റെ എണ്ണവും നമ്മൾ കണ്ടു. അൻവർ ഇഫക്റ്റ് അവിടെ ചേലക്കരയിൽ കാര്യമായി ഉണ്ടായിട്ടുമില്ല. അപ്പോൾ PV അൻവറിന് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്വതന്ത്രൻ എന്ന നിലയിൽ PV അൻവറിന് നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു വരിക ഈ ഘട്ടത്തിൽ ഏറെ ബുദ്ധിമുട്ടാണ് മുമ്പുള്ള കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി. ഇനി PV അൻവർ മത്സരിക്കാൻ പോകുന്നത് കഴിഞ്ഞ തവണ മത്സരിച്ച കണക്ക് നോക്കണം. കഴിഞ്ഞ തവണ മത്സരിച്ച VV പ്രകാശിനോടാണ് 2021 കഷ്ടിച്ച് കടന്നുകൂടിയായിരുന്നു. 3,700 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് VV പ്രകാശിനോട് കിട്ടിയത്. അതായത് കടുത്ത മത്സരം നടക്കുന്ന കേരളമാകെ പിണറായി തരംഗം രണ്ടാമത് ആഞ്ഞു വീശുന്ന സാഹചര്യത്തിൽ പോലും നിലമ്പൂർ മണ്ഡലത്തിൽ 3,700 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് PV അൻവറിന് ലഭ്യമായത്. ഇനി നോക്കൂ, 2026 തെരഞ്ഞെടുപ്പ് നടക്കാൻ വരുമ്പോൾ PV അൻവർ ഇടതുമുന്നണിയിലില്ല. അപ്പോൾ CPMൻ്റെ ഒരു 60,000 വോട്ടുകൾ അവിടെയില്ല. UDFിൽ നിന്ന് മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും പ്രത്യക്ഷത്തിൽ പ്രശ്നാധിഷ്ഠിത പിന്തുണ എന്നതിനും അപ്പുറത്തേക്ക് PV അൻവറിൻ്റെ രാഷ്ട്രീയമായി സ്വാഗതം ചെയ്യാനുമില്ല. അങ്ങനെയാണെങ്കിൽ PV അൻവറിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന വേളയിലാണ് അദ്ദേഹം DMK-യുമായി ഒരു സഖ്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. കേരളത്തിൽ ഇതിനു മുമ്പ് തമിഴ്നാട്ടിലെ പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിച്ച വിവാദ രാഷ്ട്രീയ നായകനുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ രമേശൻ കോൺട്രാക്ടറാണ്. അദ്ദേഹം ADMK-യുടെ പാർട്ടി രൂപീകരിച്ച് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കാര്യമായ ചലനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലെ പാർട്ടികൾക്ക് കേരളത്തിൽ ഒരിടത്തും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ഒരുപക്ഷെ PV അൻവറിന് സാധിച്ചുകൂടാ എന്നില്ല. ഞാനൊരു പ്രഡിക്ഷനിലേക്ക് പോകുന്നില്ല. പക്ഷേ വളരെ കൗതുകകരമായൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടായിരിക്കും PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേരാൻ തീരുമാനമെടുത്തത്? നോക്കൂ, തൊട്ട് മുമ്പ് നടന്ന നീക്കങ്ങൾ ഒന്ന് സൂക്ഷ്മമായി പഠിച്ചാൽ മനസ്സിലാവും. PV അൻവർ നേരത്തെ തൻ്റെ വോട്ട് ബേസായിട്ട് കണക്കാക്കിയിരുന്നത് ആരെയൊക്കെയാണ്? ഓട്ടോറിക്ഷ ഓടിക്കുന്ന മനുഷ്യരെ, ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന മനുഷ്യരെ, സാധാരണക്കാരായ മനുഷ്യരെ, പോലീസിൻ്റെ പീഡനങ്ങളിൽ സഹികെട്ടിരിക്കുന്ന തൊഴിലാളികളെ, മണ്ണെടുപ്പ് തൊഴിലാളികളെ, പാറപൊട്ടിക്കുന്ന തൊഴിലാളികളെ, ഇവരെയൊക്കെ തൻ്റെ വോട്ട് ബേസായിട്ട് കണക്കാക്കിയാണ് പോലീസിനെതിരെ ആഞ്ഞടിക്കുന്നത്. എന്നാൽ PV അൻവറിൻ്റെ രണ്ടാമത്തെ വരവെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. PV അൻവറിൻ്റെ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് മലയോര മേഖലയിലെ കർഷകരെ കേന്ദ്രീകരിച്ചും സംസ്ഥാന സർക്കാരിൻ്റെ വനനിയമത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുമാണ് എത്തുന്നത്. അവിടെ അദ്ദേഹം 185 പഞ്ചായത്തുകളെക്കുറിച്ച് പറയുന്നു. ആ പഞ്ചായത്തുകളിൽ
വന്യമൃഗങ്ങളുമായി യുദ്ധം ചെയ്യേണ്ടി വരുന്ന കർഷകർക്ക് വേണ്ടിയാണ് താൻ ഈ സമര പോരാട്ടത്തിൽ ഏർപ്പെട്ടതെന്ന് പറയുന്നു. അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? യു ഡി എഫിൻ്റെ പ്രശ്നാധിഷ്ഠിത പിന്തുണ കിട്ടി. പക്ഷേ യു ഡി എഫിൻ്റെ പ്രശ്നാധിഷ്ഠിത പിന്തുണ എന്നതിനും അപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടിയിലേക്കുള്ള മടക്കിവരവ് സാധ്യമല്ല. അവിടെ വി ഡി സതീശൻ ഒരു വലിയ ബ്ലോക്കായി നിൽക്കുന്നു. വി ഡി സതീശനെതിരെ മാത്രമല്ല, രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ പോലും പാർട്ടിയിലെ ചില നേതാക്കൾ എടുത്തു പറയുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ കോൺഗ്രസിലേക്കൊരു തിരിച്ചുവരവ് സാധ്യമല്ല. ലീഗാണെങ്കിലോ പ്രശ്നാധിഷ്ഠിത പിന്തുണയാണ് നൽകുന്നത്. യു ഡി എഫിലേക്ക് പി വി അൻവറിനെ DMK എന്ന പാർട്ടി ആയിട്ടില്ലെങ്കിൽ പോലും ആ പാർട്ടി എടുക്കാമോ എന്ന കാര്യത്തിൽ ചർച്ചകൾ നടത്താമെന്നതിനും അവിടത്തേക്ക് ഒരു ഉറപ്പും കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെയാണെങ്കിൽ പി വി അൻവർ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏതു പാർട്ടിക്കൊപ്പം മത്സരിക്കുമെന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെയാണ് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസുമായി നേരത്തെ നടത്തിയിരുന്ന ചില നീക്കങ്ങൾ ശക്തിപ്പെടുത്താൻ തീരുമാനിക്കുന്നു. അഭിഷേക് ബാനർജിയുമായിട്ട് കൂട്ടുകൂടുന്നു. തൃണമൂൽ കോൺഗ്രസിന് എന്താ കേരളത്തിൽ താല്പര്യം? ഇതിനു മുമ്പും താല്പര്യം ഉണ്ടായിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് 2021 തിരഞ്ഞെടുപ്പിന് മുൻപും ഇതേപോലെ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്ന് മാണി സി കാപ്പനെയും AV ഗോപിനാഥിനെയും ഒക്കെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തൃണമൂൽ കോൺഗ്രസിൻ്റെ വെസ്റ്റ് ബംഗാളിലെ ഘടകം തന്നെ നേരിട്ടിടപെട്ടു എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു. കാരണം ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നീക്കമെന്ന് പറയുന്നത് കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്ന ഇടങ്ങളിലെല്ലാം ശക്തമായ സാന്നിധ്യമായി അവിടെ നിന്നും കക്ഷികളെ അടർത്തി മാറ്റി ശക്തി പ്രാപിക്കുക എന്നതാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ലൈൻ. ഇപ്പോൾ 1997 ആ പാർട്ടി സ്ഥാപിക്കുന്നത് മുതൽ ആ പാർട്ടിയുടെ വളർച്ച കോൺഗ്രസിൻ്റെ വോട്ട് കേന്ദ്രങ്ങളിലേക്ക്, ശക്തി കേന്ദ്രങ്ങളിലേക്ക് കയറിയും അതേപോലെ തന്നെ CPM-ൻ്റെ ഇടതുപക്ഷത്തെ വെസ്റ്റ് ബംഗാളിൽ പലയിടങ്ങളിലേക്ക് കയറിയുമാണ് വളർച്ചയുണ്ടാക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഗോവയിൽ എന്താണ് സംഭവിച്ചത്. ഗോവയിലും ഇതേപോലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെ അടർത്തിയെടുത്തുകൊണ്ടാണ് ഈ പാർട്ടിക്ക് വളരാൻ സാധിക്കുന്നത്. അതേപോലെ കേരളത്തിൽ പ്രബലമായ നേതാക്കളെ വളർത്തിയെടുത്ത് ഒരു MLA എങ്കിലും നിയമസഭയിൽ കൊണ്ടുവരിക എന്നതാണ് TMCയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിന് TMC കുറേ നാളായി കരുക്കൾ നീക്കിയിരുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഫേസ് തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ ലഭ്യമായിരുന്നില്ല. ഇനി അങ്ങനെ വന്നാൽ പോലും കേരളത്തിൽ എന്ത് രാഷ്ട്രീയ ചലനം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ ആശയമെന്ന് പറയുന്നത് ഈ മതി മനുഷ് ആണല്ലോ. മണ്ണ്, സ്ത്രീ, ഒപ്പം തന്നെ മനുഷ്യൻ, ഇത് മൂന്നും മുൻപിൽ വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയമാണ്. അത് കേരളത്തിലെ എല്ലാ പാർട്ടികളും ഈ രാഷ്ട്രീയത്തെ മുൻനിർത്തിയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും വ്യത്യസ്തമായൊരു ചലനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ തൃണമൂൽ കോൺഗ്രസിൻ്റെ രാജ്യസഭാ MP ആയി വരുന്ന പി വി അൻവറിന് വലിയ രാഷ്ട്രീയ സാധ്യത കൽപ്പിക്കുന്നുണ്ട് പി വി അൻവർ. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കൂ. പി വി അൻവർ നാളെ എന്തുകൊണ്ടായിരിക്കും തൻ്റെ നിയമസഭാംഗത്വം രാജിവെക്കുന്നത്? നിയമസഭാംഗത്വം രാജിവെക്കേണ്ടി വരും, അതല്ലെങ്കിൽ അയോഗ്യത കൽപ്പിക്കപ്പെടും. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടി സ്വയം രാജിവെക്കുക എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് സാധ്യമായത്? ഞാൻ പി വി അൻവറുമായി സംസാരിച്ചപ്പോൾ പി വി അൻവർ ലൈവിൽ തന്നെ പറഞ്ഞത്, ഞാനിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വം എടുക്കുന്നില്ല, പകരം അതിൻ്റെ സംഘടനയുടെ കോർഡിനേറ്റർ പദവി മാത്രമാണ് ഏറ്റെടുക്കുന്നത് എന്നാണ്. പക്ഷേ ഒരു അബദ്ധം പറ്റി. തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ ട്വീറ്റ് വന്നു, അഭിഷേക് ബാനർജിയുടെ തന്നെ ട്വീറ്റ് വന്നു. രണ്ടു ട്വീറ്റിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ അംഗത്വം എടുത്തു പി വി അൻവർ എന്ന് പറഞ്ഞതോടുകൂടി സ്പീക്കറിന് ഏതു നിമിഷം വേണമെങ്കിലും പി വി അൻവറിനെ അയോഗ്യനാക്കാം എന്ന ഘട്ടം വന്നു. അതുകൊണ്ടാണ് അടിയന്തരമായി നാളെ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം വിളിച്ച് തൻ്റെ രാജിക്കാര്യം പ്രഖ്യാപിക്കാൻ പോകുന്നത്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ടാൽ പഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയുണ്ടാവുമെന്നതിനപ്പുറം നിയമസഭയിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അയോഗ്യനാക്കപ്പെട്ടു എന്നുള്ളത് വരുന്നതിനേക്കാൾ സ്വയം രാജിവെച്ചു എന്നുള്ളതാണ് അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ പ്രിഫർ ചെയ്താൽ അദ്ദേഹം കണക്ക് കൂട്ടുന്നത് 2024 തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം നിലമ്പൂരിൽ ഒരു കൈ നോക്കും. നിലമ്പൂരിൽ പരാജയപ്പെട്ടാൽ രാജ്യസഭാ സീറ്റ് എന്നൊരു സാധ്യത മുന്നിലുണ്ട്. അത് തൃണമൂൽ കോൺഗ്രസ് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൈവിടില്ല എന്ന് മമതാ ബാനർജി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതാണ്. പക്ഷേ ഈ കണക്കുകൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച കണക്കാണ്. 2021 VV പ്രകാശിനോട് 3700 വോട്ടിന് മാത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ട പി വി അൻവറിന് 2026 തൃണമൂൽ കോൺഗ്രസിൻ്റെ തേരിലേറി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ മഹുവ മൊയ്ത്ര കേരളത്തിലേക്ക് വരാൻ പോകുന്നു, യൂസഫ് പത്താൻ കേരളത്തിലേക്ക് വരാൻ പോകുന്നു, അതിനുശേഷം മമതാ ബാനർജി തന്നെ കേരളത്തിലേക്ക് വരാൻ പോകുന്നു. കേരളത്തിലെ ഘടകത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ്. നമ്മൾ നിലമ്പൂരിലൊക്കെ കണ്ടതുപോലെ ഒരു വലിയ മാസ് റാലി ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. പക്ഷേ പി വി അൻവർ അന്ന് നടത്തിയ ഒരു നീക്കം പോലെ വലിയൊരു ജനശ്രദ്ധ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ യോഗത്തിൽ ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. ഇനി ഒരു കാര്യം കൂടി പറയാം, ഇതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ ചലനം നിലമ്പൂരിൽ എന്തായിരിക്കും നോക്കൂ. നിലമ്പൂരിൽ പി വി അൻവർ സ്വതന്ത്രനായിട്ടോ തൃണമൂൽ കോൺഗ്രസിൻ്റെയോ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ വരാൻ സാധ്യതയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി നിലവിലത്തെ സാഹചര്യത്തിൽ അത് ആര്യാടൻ ഷൗക്കത്തായിരിക്കും. മറുഭാഗത്തൊരു CPM സ്ഥാനാർത്ഥി ഉണ്ടാവും. മറുഭാഗത്തൊരു CPM സ്ഥാനാർത്ഥി ഉണ്ടായാൽ 50,000 മുതൽ 60,000 വോട്ടുകൾ വരെ CPM-ൻ്റെ വോട്ടാണെന്നേ നിലമ്പൂരിൽ. 2006 മുതൽ ആ വോട്ട് അവിടെ കൃത്യമായിട്ട് പോൾ ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് വോട്ടൊന്നും പിടിച്ചു മാറ്റാൻ പോകുന്നില്ല.
പക്ഷേ UDF നിന്ന് വരുന്ന വോട്ടുകളും 20,000 വോട്ടുകൾ PV അൻവർ സ്വന്തമായിട്ട് സമാഹരിക്കുകയും ചെയ്താൽ നിലമ്പൂരിൽ എന്ത് സംഭവിക്കും? നിലമ്പൂരിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയും പരാജയപ്പെടും, PV അൻവറും പരാജയപ്പെടും, അവിടെ LDF വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. UDFിനെയും കോൺഗ്രസിനെയും അലട്ടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാ. 2026 തിരഞ്ഞെടുപ്പിന് മുൻപായി ഒരു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടന്നാൽ, അങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ PV അൻവർ മത്സരിച്ചാൽ വിജയിക്കുകയുമില്ല, UDFിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുകയും ചെയ്താൽ സ്പോയിലറായിട്ട് PV അൻവർ മാറും, ചേലക്കരയിൽ സംഭവിച്ചതുപോലെ. അങ്ങനെ വന്നാൽ നിലമ്പൂരിൽ വീണ്ടും ഇടത് സ്ഥാനാർത്ഥി വിജയിച്ചു വന്നാൽ അത് കോൺഗ്രസിന് ക്ഷീണമാണ്. അതാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇതൊക്കെ മുന്നിൽ കാണുന്നു. ഇനി UDF തന്നെ PV അൻവറിനെ എടുക്കാൻ അതിനൊരു സാധ്യതയുമില്ല. കാരണം വെസ്റ്റ് ബംഗാളിലും ദേശീയ തലത്തിലും കോൺഗ്രസുമായി TMC ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും കേരളത്തിൽ, പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് വിജയിച്ചിരിക്കുന്ന മണ്ഡലമുള്ള കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസുമായി സഖ്യം ചേരാൻ UDF ഒരിക്കലും ഒരുക്കമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യ മുന്നണിയിൽ തുടർന്നാലും UDFിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ ആര്യടൻ ഷൗക്കത്ത് മറുഭാഗത്ത് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇനി കേരളം നിലമ്പൂരിനെ മുൻനിർത്തി കാണാൻ പോകുന്നത്. ആ കാഴ്ചകൾക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും താൽക്കാലിക രാഷ്ട്രീയ അഭയമായിരിക്കുന്നു. PV എന്നൊരു മാസ് ക്രൗഡ് പുള്ളറാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മികച്ച പൊളിറ്റിക്കൽ ഗെയിം ചേഞ്ചറാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് എല്ലാ പൊളിറ്റിക്കൽ ആംഗിളുകളും തിരിക്കാൻ സാധിച്ചത്. വനനിയമവും മലയോര കർഷകരും ഒക്കെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി നമ്മുടെ മുന്നിൽ അവതരിക്കുന്നതിൻ്റെയും കാരണം അതാണ്. UDF കേന്ദ്രങ്ങളിൽ പോലും അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചു. പക്ഷേ ഇനി എങ്ങോട്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തുടർ രാഷ്ട്രീയ ചലനങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്തായാലും അതൊരു താൽക്കാലിക രാഷ്ട്രീയ അഭയമാണ് എന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.